വരുൺ, ആ കൽപ്പനയ്ക്ക് എന്നോടുള്ള നീരസം കുറഞ്ഞു. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ എന്തോ അത് കുറഞ്ഞില്ല. പതുക്കെ പതുക്കെ അത് ശരിയാവും. ബിജു പോടാ. അപ്പോ പേടിയുണ്ടല്ലേ? ഈ പേടി എപ്പോഴും വേണം, എല്ലാ കാര്യത്തിലും വേണം. ഞാനേ വളരെ വ്യക്തമായിട്ട് കണ്ടതാ ചെറിയമ്മ. അതിനിടയിൽ എപ്പോഴാ അവൻ വന്ന് അവളുടെ കഴുത്തിൽ അത് ഇട്ടേന്നറിയില്ല. എനിക്ക് കേക്കണ്ട. എന്ത് കാര്യം തീരുമാനിച്ചാലും ഒന്നും നടക്കില്ല. വെറുതെ അമ്മയുടെ ഏട്ടത്തിയുടെ ദേഷ്യം വാങ്ങി വെക്കാൻ. ഇതിനെല്ലാത്തിനും കാരണം ആ ഗൗതമ. വരുൺ താലിമാല കണ്ടെടുക്കരുതെന്നും അവൻ അതുമായി ഇവിടെ എത്തരുതെന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ. ശ്ശേ, എന്തായാലും അവനെ വിശ്വസിച്ചിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭാഗ്യം തലയ്ക്ക് ഉദിച്ചു നിൽക്കുക പ്രിയങ്കയ്ക്കും വരുണും. ആ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കണം അധികം വൈകാതെ. പ്രിയങ്കയുടെ മൈലാഞ്ചി കല്യാണം നടന്നപ്പോ അതിൽ നിന്ന് ഒട്ടും കുറയാത്ത രീതിയിൽ നിന്റേത് നടത്തണം എന്നായിരുന്നു അമ്മയുടെ മനസ്സിൽ. പക്ഷേ ഇപ്പൊ നോക്കിയേ, ആളനക്കോ ഇല്ല, അലങ്കാരവും ഇല്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കില്ല മോളെ. ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരില്ലേ? ആ, അലങ്കാരങ്ങളല്ലല്ലോ വിവാഹ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ജീവിക്കുന്നവരുടെ മനസ്സല്ലേ. ഇത് കഴിഞ്ഞിട്ട് അമ്മ മോൾക്ക് ഭക്ഷണം തരാം. കൈ അനക്കണ്ട, അമ്മ മോക്ക് വാരിത്തരാം. നിന്നെ മോക്ക് വാരി കൊടുക്കാനുള്ള അവകാശം ഞാൻ കടമെടുക്കുക. മോളെ, അച്ഛൻ വാരി തരട്ടെ. കുഞ്ഞുനാള് മടിയിലിരുത്തി ഒരുപാട് ഊട്ടിയതാ നിന്നെ. ഇപ്പോഴും നീ എനിക്ക് കുഞ്ഞു തന്നെ. പ്രിയങ്കയുടെ വിവാഹത്തലേന്ന് അവളോട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പോകുന്ന വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, മൂത്തവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. പക്ഷേ അതൊന്നും അച്ഛൻ മോളോട് പറയില്ല. ഒന്നും പറഞ്ഞു തരാതെ തന്നെ എല്ലാ മര്യാദകളും നീ പഠിച്ചിട്ടുണ്ട്. ചെല്ലുന്ന വീട്ടില് നീ ഒരു സംസാരം ഉണ്ടാക്കില്ല, ആർക്കും വെറുപ്പ് തോന്നുന്ന രീതിയിൽ പെരുമാറൂല്ല. അതൊക്കെ അച്ഛൻ ഉറപ്പാ. നീ പോകുന്നു എന്നാലോചിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കല് ഇത് സഹിച്ചല്ലേ പറ്റൂ. മോള് പോയി കഴിയുമ്പോ പൊരുത്തപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നാവിലെപ്പോഴും ആദ്യത്തെ വിളി മോളെ രാധികയെന്നല്ലേ. അച്ഛന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നീ മുടക്കിയിട്ടില്ല. ആ, ഇനിയിപ്പോ അമ്മ അതൊക്കെ ചെയ്യും. ഇന്ന പിന്നെ എന്നെ പറഞ്ഞയക്കണ്ടായിരുന്നല്ലോ. ഒരു മോഹമില്ലാതെ ഞാനിവിടെ ഒതുങ്ങി കൂടിക്കോളാന്ന് പറഞ്ഞില്ലേ? മോളെ വേണ്ട, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു സംസാരം ഉണ്ടാവരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞതല്ലേ. മറന്നു പോവരുത്.
ഭർത്താവ്, കുട്ടികള്, അവരോടൊത്തുള്ള മനോഹരമായൊരു ജീവിതം, അതൊക്കെ ഒരു പെണ്ണിന്റെ പൂർണ്ണതയാണ്. കാലചക്രം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഒഴുകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൂർണ്ണത. എന്റെ മോളിത് കഴിക്കും. നേറുകയിൽ പകരുമേ വാത്സല്യമാരിയ തണലുമേ വഴികളിൽ ഞാൻ കൊണ്ടൊരാവേ അച്ഛൻ വലിയ ഉത്സാഹത്തില. ചടങ്ങ് ചെറുതാണെങ്കിലും നിന്റെ കാര്യമാകുമ്പോ അച്ഛന്റെ മനസ്സിൽ അതിന് വലിപ്പം കൂടുതലാ. അമ്മയായിട്ട് ഇനി ഒന്നും പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ഇല്ലല്ലോ. ഇല്ലമ്മ, ഓർമ്മിപ്പിക്കാൻ എന്താ ഉള്ളത്? എല്ലാവർക്കും മറക്കാനല്ലേ ഉള്ളൂ. ഒരുപാട് കുറവുകളുള്ള എന്നെ പോലൊരാള് അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ. എന്താ നീ പറയുന്നേ? കുറവുകളായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? പിന്നെ സംഭവിച്ചു പോയൊരു കാര്യം, അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേ പറ്റും. എന്താ യശോദേ, എന്താ ഇവള് പറയുന്നേ? ഒന്നുമില്ല. മറക്കാനുള്ളതും ഓർക്കാനുള്ളതും ഒക്കെ ഇവള് വേർതിരിച്ച് പറയുന്നത് കേട്ടു. ഇവിടുന്ന് അമ്പലം വരെയുള്ള ദൂരം, അവിടുന്ന് ചടങ്ങ് നടക്കാനുള്ള സമയം, അത്രയും നേരം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയണം. ഇനി നിന്റെ കണ്ണീരൊലിപ്പിക്കല്, സങ്കടത്തോടെയുള്ള സംസാരം ഒന്നും വേണ്ട. അതൊന്നും ആർക്കും ഇവിടെ കാണുകയും വേണ്ട. വളർത്തി വലുതാക്കിയ കുടുംബത്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു, അതേ ഉണ്ടാവാൻ പാടുള്ളൂ മനസ്സിൽ. മനസ്സിലായോടി? അമ്മ പൊയ്ക്കോ. പേടി കൊണ്ടാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത്. പേടി മുത്തശ്ശിക്ക് മാത്രമല്ല. എന്താ ദേവ, എന്താ നിനക്കൊരു വല്ലായ്മ പോലെ? ഏയ്, ഒന്നുമില്ല. മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോ. പുരാണ കഥകളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ മോൾക്ക് നീ? അതിലെത്രയോ പേര് അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്ന ഒരൊറ്റ ചടങ്ങുകൊണ്ട് ഭാര്യമാരായി തീർന്നിട്ടുണ്ട്. അവരൊന്നും ആരെയും ശപിച്ചിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ കഴിയട്ടെ. എന്നിട്ട് എല്ലാവരും വന്നതിന് ശേഷം വലിയ രീതിയിൽ നമുക്കൊരു ചടങ്ങ് നടത്തണം, എന്റെ മോളുടെ മനസ്സ് നിറയുന്ന പോലെ. അതിനി എവിടുന്നാ കടം വാങ്ങാനുള്ളത്? ഇത് നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് കരുത്. കൂടുതൽ മോഹങ്ങൾ മനസ്സിൽ വളർത്തുകയും വേണ്ട, അത് അവളോട് പറയുകയും വേണ്ട. മനസ്സിലായോ? ഇറങ്ങാറായോ നമുക്ക്? ഇറങ്ങാം. മോളെ രാധികേ, അമ്പലത്തിലേക്ക് പോകാനുള്ള സമയമായി. വാ, ഇറങ്ങാം മോളെ.
ജയമോള, ആ മോളെ, നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ലച്ചാ, ഏട്ടനെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ചുകൂടി കഴിയും. ഞാൻ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അച്ഛൻ വിഷമിക്കല്ലേ, ചടങ്ങ് നടന്നോട്ടെ. ഇവിടെ നിന്ന് തിരിച്ചാ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വന്നോളാം. ശരി മോളെ, ഞാൻ രാധയ്ക്ക് ഫോൺ കൊടുക്കാം. ഇതാ മോളെ. ഹലോ. ചേച്ചി, ചേച്ചിയുടെ വിവാഹം മുൻപിൽ നിന്ന് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഇത്രയും ദൂരത്തായി പോയില്ലേ. അതെ, ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് അവിടെയുണ്ട്. ഇത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് പറ്റിപ്പോയതാ. വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എല്ലാവർക്കും അറിയാലോ. ഞാനും ചിലരോടൊക്കെ അന്വേഷിച്ചു. ജീവയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാ. ചേച്ചിന്റെ ഭാഗ്യമാ. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം. മോളെ, നിങ്ങൾ വൈകുന്ന സ്ഥിതിക്ക് നേരെ വീട്ടിലേക്ക് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാം. ശരി അച്ഛാ. ചേച്ചിയുടെ വിവാഹം ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് കണ്ടോളാം. എന്നാ ശരി. ശരി. വീട്ടിലെന്താ വിശേഷം? അതിപ്പോ വരുൺ അറിയണ്ട. ഇവിടെ ആർക്കാ ചികിത്സ നടക്കുന്നത്? എന്തുകൊണ്ടാ രാധയുടെ വിവാഹത്തിന് എത്താൻ പറ്റില്ലെന്ന് താൻ അവരോട് പറഞ്ഞു? അത് എന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങാ. സോ വാട്ട്? രാധികയുടെ വിവാഹ കാര്യം ഞാൻ അറിയണ്ടേ? എന്തിന്? നിങ്ങൾ ആരാ രാധികയുടെ? വിവാഹത്തിന്റെ കാര്യം എല്ലാരോടും പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ബോധപൂർവം പറയാത്തതാ. ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. വരന്റെ പേര് ജീവ. സിനിമാ താരമാ. ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ അടി പറ്റിയത്? സ്വന്തം കുടുംബത്തിനെ, എന്റെ കുടുംബത്തിനെ ചതിക്കാനായിട്ട് നിനക്ക് ഒരു മടിയും തോന്നിയില്ലല്ലേ? എനിക്ക് വലുതേ എന്റെ കാര്യങ്ങളാ. വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല. ഞാൻ അവിടെ എത്താതിരിക്കാൻ വേണ്ടിയല്ലടി നീ കാണിച്ചു കൂട്ടിയതൊക്കെ. പക്ഷേ നീ നോക്കിക്കോ, മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. എടി, രാധികയുടെ വിവാഹത്തിന് മുമ്പ് ആ ക്ഷേത്ര നടയിൽ ഞാൻ ഉണ്ടായിരിക്കും. എന്റെ പുറകെ വന്നു പോരുത്. തടസ്സം നിന്നോണ്ടല്ലോ ഒന്ന് എറിയും ഞാൻ.
பக்ஷி சாஸ்திரம் பிழைக்காதம்மா. அந்த கிருஷ்ணன் உங்க பின்னாடி இருக்கு. உங்க மனசு இருக்க கிருஷ்ணனும் இதுதானே? ഞാൻ നിന്നെ ജീവന തുള്ളി സ്നേഹിച്ചതാ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ സ്വപ്നങ്ങൾ, എന്റെ പ്രതീക്ഷകൾ, ഇതെല്ലാം നീയാ. നീ മാത്രം. എടോ, തനിക്ക് വേറൊരു പയ്യനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. താൻ സമ്മതിച്ചിട്ടാണോ അതൊക്കെ? അച്ഛനെടുക്കുന്ന ഒരു തീരുമാനവും ഞാൻ എതിർക്കാറില്ല. ഈ നടയിൽ വെച്ച് എന്നോട് വാക്ക് പറ. എന്നെ ഇനി അന്വേഷിക്കില്ലെന്നും സംസാരിക്കാൻ ശ്രമിക്കില്ലെന്നും എന്നോട് വാക്ക് പറ. പറ്റില്ല. ഈ ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയതാ. തനിക്കൊരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ, തന്റെ കഴുത്തിൽ ഒരു താലി വീണിട്ടുണ്ടെങ്കിൽ അത് ഈ ഭഗവാൻ അറിഞ്ഞു തന്നെയാണ്. രാധികയുടെ വിവാഹ കാര്യം ഞാൻ അറിയണ്ടേ? എന്തിന്? നിങ്ങൾ ആരാ രാധികയുടെ? ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. വരന്റെ പേര് ജീവ. എന്താ നീ പറയുന്നേ? നിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോ ഞങ്ങൾ ആരും ഇത് അറിയണ്ടേ? എന്താ നീ ഇത് പറയാതിരുന്നേ? നീയായിട്ട് മറച്ചു വെച്ചതാണോ അതോ ഞങ്ങൾ അറിയണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ? എല്ലാവരെയും അറിയിക്കാൻ തന്നെ അച്ഛൻ പറഞ്ഞത്. എന്നിട്ടെന്തിനാ നീ ഈ ധിക്കാരം കാണിച്ചത്? അപ്പോ ഞങ്ങൾക്ക് എന്ത് വിലയാ നീ കൽപ്പിച്ചിട്ടുള്ളത്? കണിമംഗലം കുടുംബം അത്ര നിസ്സാരമായിട്ടാണോ നിനക്ക് തോന്നിയത്? അല്ല, കൽപ്പന എന്താ ഇതിലൊന്നും പറയാത്തത്? ഓ, എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. കുറച്ചു മുമ്പ് വരെ ഇവിടെ എല്ലാരും കൊട്ടി ഘോഷിക്കായിരുന്നല്ലോ. ഓ, വരുണും പ്രിയങ്ക ഒന്നാണ്, നെയ്യും മനസ്സൊക്കെ ഒന്നായി കഴിഞ്ഞു എന്നൊക്കെ. എന്നിട്ടെന്താ വരുണിനോട് പോലും ഇവിടുത്തെ പറയാതിരുന്നേ? അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഇവളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം കള്ളത്തരം. ഇങ്ങനെ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ബോധം ഉണ്ടാകില്ലേ നിങ്ങൾക്ക്? പ്രിയങ്ക, നീ ചെയ്തത് വളരെ വലിയ തെറ്റാ.